ഹായ്, ഇപ്രാവശ്യത്തെ നമ്മുടെ ക്യാമ്പ് പറമ്പിക്കുളം കടുവാ സങ്കേതത്തിനകത്താണ്. പറമ്പിക്കുളത്ത് എർത്തിങ്സ് നേച്ചർ ഫൗണ്ടേഷൻ്റെ നേതൃത്വത്തിൽ നമ്മൾ മുന്നേയും ക്യാമ്പുകൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. അതൊക്കെ തന്നെ ഫോറസ്റ്റ് റീസ്റ്റോറേഷൻ ക്യാമ്പുകളായിരുന്നു. എന്തായിരുന്നു ഫോറസ്റ്റ് റീസ്റ്റോറേഷൻ ക്യാമ്പ് എന്നുള്ളതൊക്കെ നമ്മൾ മുന്നേയും ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുള്ളതാണ്. നമ്മൾ അധിനിവേശ സസ്യങ്ങളെ നിർമ്മാർജ്ജനം ചെയ്യുന്ന പ്രോസസ്സാണ് ഫോറസ്റ്റ് റീസ്റ്റോറേഷൻ. അധിനിവേശ സസ്യങ്ങളെ നിർമ്മാർജ്ജനം ചെയ്ത് അവിടെ നമ്മുടെ ജൈവ വൈവിധ്യങ്ങൾ പുതിയത് ഉണ്ടാവാൻ വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് ഫോറസ്റ്റ് റീസ്റ്റോറേഷൻ ക്യാമ്പിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഇപ്രാവശ്യം ഞങ്ങൾ പറമ്പിക്കുളത്ത് എത്തിയിട്ടുള്ളത് ഫോറസ്റ്റ് റീസ്റ്റോറേഷൻ ക്യാമ്പിനല്ല. അല്ലാതെ തന്നെ നമുക്കിപ്പോൾ കാടിനകത്ത് ഒരുപാട് ജലസംഭരണികളുണ്ട് അല്ലേ. ജലസംഭരണികൾ മാത്രമല്ല, വെള്ളം ഒഴുകുന്ന ഒരുപാട് തോടുകളുണ്ട്, ചെറിയ ചെറിയ തോടുകളുണ്ട്, അരുവികളുണ്ട്. അങ്ങനെ ഒരുപാട് ജലസംഭരണികൾ നമ്മുടെ കാടിനകത്തുണ്ട്. പക്ഷേ ഇപ്പോൾ ചൂടൊക്കെ കൂടി വരൾച്ചയ്ക്ക് ആയി വരുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജലസംഭരണികളൊക്കെ വറ്റി വരണ്ട് തുടങ്ങി. പക്ഷേ എന്നിരുന്നാലും നമുക്ക് മൃഗങ്ങൾക്കൊക്കെ തന്നെ വെള്ളം കുടിക്കാൻ വേണ്ട സംവിധാനങ്ങൾ കാടിനകത്ത് തന്നെ ഒരുക്കുക എന്നുള്ളതാണ് ഇപ്രാവശ്യത്തെ ക്യാമ്പിൻ്റെ ഞങ്ങളുടെ ഉദ്ദേശം. അതിൽ പ്രധാനമായിട്ടൊന്ന് നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും, ബ്രഷ്വുഡ് ചെക്ക് ഡാമുകൾ. എന്തായിരുന്നു ബ്രഷ്വുഡ് ചെക്ക് ഡാം എന്നുള്ളതൊക്കെ നിങ്ങൾ ഒരുപാട് വീഡിയോകൾ കണ്ടിട്ടുണ്ടാകും. ബ്രഷ്വുഡ് ചെക്ക് ഡാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കാടിനുള്ളിൽ നിന്ന് കിട്ടാവുന്ന തടികളും പാറക്കഷ്ണങ്ങളൊക്കെ ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന ചെറിയ ചെറിയ ഡാമുകളാണ്. കാടിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് നീരുറവകളുണ്ട്, അതുപോലെ തന്നെ ചെറിയ ചെറിയ അരുവികളുണ്ട്, വെള്ളം ഒഴുകുന്ന ചെറിയ തോടുകളുണ്ട്. അപ്പോൾ ഈ വെള്ളം ഒഴുകുന്ന തോടുകൾക്കൊക്കെ കുറുകെ ചെറിയ മരങ്ങളും നമുക്ക് കാടിനകത്ത് നിന്ന് കിട്ടാവുന്ന പഴയ മരത്തടികളൊക്കെ ഉപയോഗിച്ചിട്ട് അവിടെ ചെറിയൊരു ഡാം നിർമ്മിക്കുക എന്നുള്ളതാണ് ഈ ബ്രഷ്വുഡ് ചെക്ക് ഡാമിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഉപയോഗിക്കുന്ന മരങ്ങളൊക്കെ തന്നെ പഴയ അല്ലെങ്കിൽ വീണ് കിടക്കുന്ന മരത്തടികളാണ് കേട്ടോ. ഒന്നും തന്നെ കാടിൻ്റെ അകത്തുനിന്ന് നമ്മൾ പുതിയതായിട്ട് വെട്ടി മാറ്റുന്നില്ല. അങ്ങനെയൊന്നും നമ്മൾ ചെയ്യാൻ വേണ്ടി പാടില്ല. അല്ലാതെ തന്നെ കാടിനകത്ത് ഒരുപാട് വീണ് കിടക്കുന്ന തടിക്കഷ്ണങ്ങളുണ്ട്, അതിൻ്റെ ചെറിയ ചില്ലകളുണ്ട്, അതുപോലെ തന്നെ ഇലകളുണ്ട്. ഇതൊക്കെ വെച്ചിട്ടുണ്ടാക്കുന്ന ചെറിയ ഡാമാണ് ബ്രഷ്വുഡ് ചെക്ക് ഡാം. അപ്പോൾ നമുക്ക് ഏതൊക്കെ രീതിയിലാണ് ബ്രഷ്വുഡ് ചെക്ക് ഡാം ഉണ്ടാക്കുക എന്നുള്ളത് വീഡിയോയിലൂടെ നോക്കാം. ഇപ്പം നിലവിൽ ഇവിടുത്തെ അരുവിയിൽ ഒന്നും തന്നെ വെള്ളമില്ല കേട്ടോ. പക്ഷേ ഇനിയൊരു മഴ കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ ഇത് ഉണ്ടാക്കുന്നത്. നമുക്ക് ഇപ്പോൾ മഴക്കാറൊക്കെ ഉണ്ട്, നല്ല മഴക്കാറൊക്കെ ഇപ്പോൾ പാലക്കാട് പറമ്പിക്കുളം ഭാഗത്തുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ ഒരു ഡാം ഉണ്ടാക്കി കഴിഞ്ഞാൽ അടുത്ത ഒരു മഴയത്തുള്ള വെള്ളം ഇതിൽ നിലനിർത്താൻ വേണ്ടി സാധിക്കും. അപ്പോൾ നമുക്ക് ഇനി വരാൻ പോകുന്ന വരൾച്ചയിൽ മൃഗങ്ങൾക്ക് കുടിക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഇവിടെ തന്നെ ഉണ്ടാകും. ഞങ്ങൾ ഈ ഡാം ഉണ്ടാക്കുന്നത് മറ്റൊരു രീതിയിലാണ് കേട്ടോ. നമ്മൾ ഡാം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന സ്ഥലങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചെറിയൊരു തോടിന് കുറുകെയാണ് ഉണ്ടാക്കുന്നത്. ഈ തോടിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ചില ഭാഗങ്ങളിലൊക്കെ കുറേശ്ശെ വെള്ളം നിൽക്കുന്നുണ്ട്. അവിടെ സ്ഥിരമായിട്ട് മൃഗങ്ങൾ വന്നു പോകുന്ന അടയാളമുണ്ട്. ആനയുടെ കാൽപ്പാടുണ്ട്, മ്ലാവിൻ്റെ അല്ലെങ്കിൽ മാനിൻ്റെ കാൽപ്പാടുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് മുൻവശത്തായിട്ടാണ് ഈ ഡാം ഉണ്ടാക്കുന്നത്. കാരണം ഈ മൃഗങ്ങൾക്കൊക്കെ സ്ഥിരമായിട്ടൊരു ടെറിട്ടറി അല്ലെങ്കിൽ വെള്ളം കുടിക്കാൻ വരുന്ന വഴി അല്ലെങ്കിൽ അത് നടന്നു പോകുന്ന വഴിയൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ വഴിയിൽ നിന്ന് മാറ്റം വരാതെ അതിന് സ്ഥിരമായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിലാണ് നമ്മൾ ഈ ഒരു ഡാം ഉണ്ടാക്കുന്നത്. ഈ ഒരു അണക്കെട്ട് ഉണ്ടാക്കുന്നതിലൂടെ അല്ലെങ്കിൽ ഈ ഒരു തടയണ ഉണ്ടാക്കുന്നതിലൂടെ സ്ഥിരമായിട്ട് തന്നെ മൃഗങ്ങൾക്ക് മറ്റൊരു സ്ഥലത്തേക്ക് വെള്ളം കുടിക്കാൻ പോകേണ്ടതായിട്ടില്ല. നമ്മൾ ഒരുപാട് വീഡിയോയിൽ സ്ഥിരമായിട്ട് ചർച്ച ചെയ്യുന്നുള്ള ഒരു കാര്യമാണ് വന്യമൃഗങ്ങളും മനുഷ്യനും തമ്മിലുള്ള ഈ സംഘർഷം, മാൻ ആനിമൽ കോൺഫ്ലിക്റ്റ് എന്നൊക്കെ ഇപ്പോൾ സ്ഥിരമായിട്ട് നമുക്ക് വാർത്തകളിലൊക്കെ കേൾക്കാറുണ്ട് അല്ലേ. അതിന് പ്രധാനമായിട്ടുള്ള കാരണങ്ങളിൽ ഒന്ന് ഈ കാടിനകത്ത് അവയ്ക്ക് ഭക്ഷണങ്ങൾ ഇല്ല എന്നുള്ളതാണ്. ആ ഭക്ഷണങ്ങൾ ഇല്ലാത്തതിൻ്റെ കാരണം എന്ന് പറഞ്ഞത് അധിനിവേശ സസ്യങ്ങളുടെ വളർച്ചയാണ്. അധിനിവേശ സസ്യങ്ങൾ നമ്മുടെ കാടിനകത്ത് വളർന്നതുകൊണ്ട് തന്നെ നമ്മൾ കാടിനകത്തുള്ള തനതായ മറ്റ് ജൈവ വൈവിധ്യങ്ങളൊക്കെ നശിച്ചു. എന്ന് വെച്ചാൽ അവിടെ ഉണ്ടാവേണ്ട കുറ്റിപ്പുല്ലുകളും മറ്റും ഒക്കെ നശിച്ചു. ഈ മാന്, മ്ലാവ്, കാട്ടി, ആന തുടങ്ങിയ മൃഗങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളത് കുറ്റിപ്പുല്ലുകളൊക്കെയാണ്. ഇതൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ മൃഗങ്ങളൊക്കെ കാട് വിട്ടിട്ട് നാട്ടിലേക്ക് ഇറങ്ങാൻ തുടങ്ങി. ആ ഒരു കാരണം കൊണ്ടാണ് നമ്മൾ റീസ്റ്റോറേഷൻ വർക്ക് എന്ന് പറഞ്ഞിട്ട് ഈ അധിനിവേശ സസ്യങ്ങളെ നിർമ്മാർജ്ജനം ചെയ്ത് അവിടെ പുതിയ ജൈവ വൈവിധ്യങ്ങൾ ഉണ്ടാവാൻ വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നത്. പിന്നെ ഒരു കാരണം എന്ന് പറഞ്ഞത് അവയ്ക്ക് ആവശ്യമായിട്ടുള്ള വന്യമൃഗങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം നമ്മുടെ കാട്ടിൽ ഇല്ല എന്നുള്ളതാണ്. ഈ വരൾച്ച ആകുമ്പോൾ ഈ കാട്ടിലൊക്കെ വെള്ളം വറ്റാറുണ്ട്. കാടിൻ്റെ പല ഭാഗത്തും അല്ലെങ്കിൽ മൃഗങ്ങൾ സ്ഥിരമായിട്ട് ഇതുപോലത്തെ ചില ജലസംഭരണികളിൽ നിന്ന് തന്നെ വെള്ളം കുടിക്കാറുണ്ട്. അവിടെ വെള്ളം ഇല്ലാതെ വരുമ്പോൾ അത് കാട് വിട്ടിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ടെറിട്ടറി വിട്ടിട്ട് അല്ലെങ്കിൽ അതിൻ്റെ സ്ഥിരമായിട്ടുള്ള ആ ഒരു സ്ഥലം വിട്ടിട്ട് കാടിന് പുറത്തേക്ക് വരും. അങ്ങനെ കാടിന് പുറത്തേക്ക് വരുമ്പോൾ ചിലപ്പോൾ അധികവും മനുഷ്യവാസ കേന്ദ്രങ്ങളിലേക്കായിരിക്കും ഇവയൊക്കെ വരുന്നത്. അങ്ങനെ മനുഷ്യനും മൃഗങ്ങളും തമ്മിലുള്ള സംഘർഷം, അതായത് കാടിനോട് ചേർന്നിട്ടുള്ള ജനവാസ മേഖലകളിലേക്ക് ഈ മൃഗങ്ങൾ ഇറങ്ങുമ്പോൾ അവരും ഈ മൃഗങ്ങളും തമ്മിലുള്ള സംഘർഷങ്ങൾ കൂടി വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് കാടിൻ്റെ അകത്ത് തന്നെ മൃഗങ്ങളെ നിലനിർത്താൻ വേണ്ട എല്ലാ സംവിധാനങ്ങളും ചെയ്തു കഴിഞ്ഞാൽ ഈ മനുഷ്യ-മൃഗ സംഘർഷങ്ങൾ ഒരു പരിധിവരെ നിയന്ത്രിക്കാൻ സാധിക്കും. രണ്ട് തരത്തിലാണ് നമ്മൾ ഈ ഒരു തടയണകൾ ഉണ്ടാക്കുന്നത് കേട്ടോ. നേരത്തെ കാണിച്ച പോലെ ഒന്ന് ബ്രഷ്വുഡ് ചെക്ക് ഡാമും രണ്ടാമത്തെ ഒന്ന് എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ അരുവികളിൽ നിന്നും എടുത്തിട്ടുള്ള ചെറിയ പാറക്കഷ്ണങ്ങളും കല്ലുകളും ഉപയോഗിച്ചുണ്ടാക്കുന്ന ഒരു തടയണയും. രണ്ടും രണ്ട് പർപ്പസാണ് കേട്ടോ.
ഒന്ന്, കൃത്യമായിട്ട് മുഴുവൻ വെള്ളവും അവിടെ തടഞ്ഞു നിർത്തണം എന്ന ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് ബ്രഷ്വുഡ് ചെക്ക് ഡാം ഉണ്ടാക്കിയത്. അതിൻ്റെ ഒരു വശത്തുള്ള വെള്ളം പൂർണ്ണമായിട്ടും അവിടെ തന്നെ തടഞ്ഞു വെച്ച് മറ്റു വശത്തേക്ക് കടന്നു പോകാത്ത രീതിയിലായിരിക്കും ആ ഒരു തടയണ ഉണ്ടായിരിക്കുക. പക്ഷേ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു പാറക്കഷ്ണങ്ങൾ ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന ഈ ഒരു തടയണ എന്ന് പറയുന്നത് മണ്ണൊലിപ്പ് തടയാൻ കൂടി വേണ്ടിയിട്ടാണ് കേട്ടോ. ഈ അരുവിയിലൂടെ ഒലിച്ചു വരുന്ന മണ്ണുകൾ ഈ തടയണയുടെ ഒരു ഭാഗത്ത് വന്ന് അടിയുകയും അങ്ങനെ ആ ഒരു ഭാഗം ചെറിയൊരു അരുവി രൂപത്തിൽ അല്ലെങ്കിൽ ജലസംഭരണിയായിട്ട് നിലനിൽക്കുകയും ചെയ്യും. അതോടൊപ്പം തന്നെ നമുക്ക് രണ്ട് ഗുണങ്ങളാണ്. ഒന്ന്, മണ്ണൊലിപ്പ് തടയാനും പറ്റും. മറ്റൊന്ന്, നമുക്ക് അവിടെ ജലസംഭരണിയായിട്ട് മൃഗങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം നിലനിർത്തുന്ന ചെറിയ ഒരു ജലസംഭരണിയായിട്ട് അവിടെ രൂപപ്പെടും. ഇങ്ങനെയൊക്കെ ചെയ്ത് കാടിനകത്ത് മൃഗങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള വെള്ളവും ഭക്ഷണവും ഒക്കെ നിലനിർത്തി കഴിഞ്ഞാൽ തന്നെ മനുഷ്യമൃഗ സംഘർഷങ്ങളുടെ അളവ് ഒരു പരിധി വരെ നിയന്ത്രിക്കാൻ വേണ്ടി സാധിക്കും. അത് വരട്ടെ സാറേ, കയറ്റി കളയാം, കിടക്കട്ടെ. ഇത്രയ്ക്ക് പോണം, ഏത് അത് കയറ്റണം. ഇതിന്റെ മേലെ കയറ്റണം, അല്ലെങ്കിൽ അതിന്റെ മേലെ അത് അവിടെ ഇട്, അവിടെ 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 അല്ലെങ്കിൽ നിൽക്ക് ആ ലാസ്റ്റ് അങ്ങനെ ഇട്ടേക്ക്. അത്രേ ഉള്ളൂ. ഈ ഗ്യാപ്പ് എങ്ങനെ കൊണ്ടുവരാം? വലുതൊക്കെ എടുത്തു വിടാൻ പറയും. അതുകൊണ്ടാ പറഞ്ഞ ആദ്യമേ വലിയ വലിയ കല്ല് താഴെ വെച്ചു. അങ്ങനെ ഒരാളും കൂടി പിടിക്കും. അവിടെ ഇട്ടോളൂ, അവിടെ 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 ഇട്ടോ, അവിടെ അവിടെ ഇപ്പൊ ഇടണ്ട, അവിടെ ഇട്ട് വെക്കി. നമ്മുടെ ഈ ഒരു 3 ദിവസത്തെ ക്യാമ്പിൽ ഞങ്ങളോടൊപ്പം മുഴുവൻ സമയം ഉണ്ടായിരുന്ന ഒരു വിശിഷ്ട വ്യക്തിയാണ് മുൻ റിട്ടയർഡ് DFO ആയിട്ടുള്ള സണ്ണി സാർ. സണ്ണി സാറുടെ കാടോർമ്മകൾ എന്ന് പറഞ്ഞുള്ള പുസ്തകങ്ങളൊക്കെ നിങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിൽ സാർ എത്രമാത്രം കാടിനെ ഇഷ്ടപ്പെടുന്നു എന്നുള്ളത് കൂടി നിങ്ങൾക്ക് മനസ്സിലാവും. സാറിൻ്റെ അനുഭവങ്ങളും അതുപോലെ തന്നെ ഫീൽഡ് എക്സ്പീരിയൻസുകളൊക്കെ തന്നെ നമ്മളോടൊപ്പം ഈ ക്യാമ്പിൽ സാറ് പങ്കുവെക്കുകയുണ്ടായി. നമ്മൾ ഇന്നലെ ചെയ്ത വർക്കും ഈ വർക്കും രണ്ട് പർപ്പസാണ്. ഇന്നലെ ചെയ്ത അത് വെള്ളം തടയാനാണ്, ബ്രഷ്വുഡ് ചെക്ക് ഡാമാണ്, വെള്ളത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇത് മണ്ണ് തടയാനാണ്. ഇത് വെള്ളം പോകണം, മണ്ണ് തടയും. കാരണം ഇത് വെള്ളം പോകുന്നൊരു പ്രധാന തോടാണ്, അത് നമ്മൾ തടയാൻ പാടില്ല. സാറേ അതന്നെ ഇങ്ങനെ സ്ലോപ്പില് കല്ല് കിടക്കുന്നത് പോലെ തന്നെ സ്ലോപ്പിലാക്കിയാൽ അത് അങ്ങനെ കയറി പോയിക്കോളും. വെള്ളം
തിരക്കാണ് അവിടെ. കന്മാരും പോകണം. എന്തായാലും ഇവർ പൂക്ക് ഫ്രഷാവണം. അതൊക്കെ വരുമ്പോൾ നമ്മൾ സമയം പറമ്പിക്കുളത്ത് ക്യാമ്പിൻ്റെ ആദ്യ 2 ദിവസവും നമ്മൾ പൂർണ്ണമായിട്ടും തടയണകൾ ഉണ്ടാക്കുകയാണ് ചെയ്തത്. ഇതുപോലെ തന്നെ ചെക്ക് ഡാമുകൾ കുറേ ഉണ്ടാക്കി കേട്ടോ. നമ്മൾ ബ്രഷ് വുഡ് ചെക്ക് ഡാം ഉണ്ടാക്കി, ഇതുപോലെ തന്നെ പാറക്കല്ലുകൾ ഉപയോഗിച്ചിട്ടും നമ്മൾ ചെക്ക് ഡാമുകൾ ഉണ്ടാക്കി. ഇനി നമ്മൾ അടുത്തൊരു പരിപാടി എന്ന് പറയുന്നത് പറമ്പിക്കുളത്ത് നമ്മൾ കന്നിമരത്തേക്കിലേക്ക് പോകുന്ന വഴിയിൽ നിറയെ പ്ലാസ്റ്റിക് കവറുകളാണ്. കന്നിമരത്തേക്കിലേക്ക് പോകുന്ന വഴിയിൽ മാത്രമല്ല, കന്നിമരത്തേക്കിനോട് ചുറ്റുഭാഗത്തും നിറയെ പ്ലാസ്റ്റിക് കവറുകളാണ്. കഴിഞ്ഞ വർഷം നമ്മൾ ഈ വനമഹോത്സവത്തിൻ്റെ ഭാഗമായിട്ട് പറമ്പിക്കുളത്തുള്ള ഒരു അരുവിയിൽ പ്ലാസ്റ്റിക് കവറുകളൊക്കെ നമ്മൾ പെറുക്കി മാറ്റിയിരുന്നു. എങ്ങനെ പ്ലാസ്റ്റിക് കവറുകൾ ഇതുപോലത്തെ അരുവികൾ അല്ലെങ്കിൽ കാടിൻ്റെ ഉള്ളിൽ വരുന്നു എന്നുള്ള ചോദ്യങ്ങളൊക്കെ അന്ന് ഒരുപാട് വന്നിരുന്നു. ആ പ്ലാസ്റ്റിക് കവറുകളൊക്കെ വരുന്നത് നമ്മൾ പറഞ്ഞത് ചിലപ്പോഴൊക്കെ പലപ്പോഴായിട്ട് വരുന്ന പ്രളയത്തിലും മഴക്കാലത്ത് വരുന്ന ഒഴുക്കിലൊക്കെ പെട്ടിട്ടാണ് ഈ കാടിനകത്തേക്ക് ഈ പ്ലാസ്റ്റിക് കവറുകൾ വരുന്നത്. പക്ഷേ ഈ കന്നിമരത്തേക്കിലേക്ക് വരുന്ന പ്ലാസ്റ്റിക് കവറുകൾ എന്ന് പറയുന്നത് സഞ്ചാരികൾ കൊണ്ടിടുന്നതാണ്. സഞ്ചാരികൾ കൊണ്ടിടുന്ന മിഠായി കവറുകളുണ്ട്, ഡിസ്പോസിബിൾ ഗ്ലാസ് ഉണ്ട്, അതുപോലെ തന്നെ ചിപ്സിൻ്റെ പാക്കറ്റുകളുണ്ട്. ഇങ്ങനെ നിരവധി പ്ലാസ്റ്റിക് കവറുകളുടെ ചെറിയ പ്ലാസ്റ്റിക് കവറുകളാണ് ഇവിടെ ഈ കന്നിമരത്തേക്കിനോട് ചേർന്നിട്ടുള്ള ഈ ഒരു ഭാഗത്തുള്ളത്. ഇതെങ്ങനെ എത്തിപ്പെടുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സഞ്ചാരികൾ പലപ്പോഴായിട്ട് ഈ വരുന്ന വാഹനത്തിൽ നിന്ന് അവർ ഭക്ഷണം കഴിച്ചിട്ട് ഇതൊക്കെ ഇവിടെ ഇടും. ഈ ചെറിയ പ്ലാസ്റ്റിക് കവറുകൾ ഇടും. ഇതവർ ശ്രദ്ധിക്കുന്ന പോലും ഉണ്ടാവില്ല. വലിയ പ്ലാസ്റ്റിക് കവറുകൾ ഇല്ല, ചെറിയ പ്ലാസ്റ്റിക് കവറുകൾ ഇവിടെ ഇടും. ഇങ്ങനെ സഞ്ചാരികൾ ഉപേക്ഷിച്ച് പോകുന്ന ഈ ചെറിയ പ്ലാസ്റ്റിക് കവറുകളൊക്കെ തന്നെ വന്യമൃഗങ്ങൾ തീർച്ചയായിട്ടും കഴിക്കും. കാരണം നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലൊക്കെ തന്നെ ഉപ്പിൻ്റെ രസമുണ്ട്. ഈ പാക്കറ്റ് വരുന്ന എല്ലാ ഭക്ഷണ പദാർത്ഥത്തിലും ഉപ്പിൻ്റെ രസം ഉണ്ടായിരിക്കും. ഈ ശേഷിക്കുന്ന ഈ ഉപ്പ് രസം എല്ലാ മൃഗങ്ങൾക്കും വളരെയധികം ഇഷ്ടമാണ്. അതുകൊണ്ട് അവർ തീർച്ചയായിട്ടും ഇത് കഴിക്കും. അങ്ങനെ അവരുടെ ദഹന പ്രക്രിയയ്ക്കൊക്കെ പ്രയാസം ഉണ്ടാക്കുകയും ചില മൃഗങ്ങളൊക്കെ ചത്തുപോകാൻ വരെ സാധ്യതയുണ്ട്. എന്തോ സംതിങ് ഫിഷ് ആണല്ലോ, ഭയങ്കര സൗണ്ട് അല്ലേ? പരിസരത്തുണ്ട്, തൊട്ടടുത്തുണ്ട്, സംഭവം തൊട്ടടുത്തുണ്ട്. ഒന്നില്ലെങ്കിൽ അവിടെ ഇരിക്കുക, ഇരുന്നിട്ട് അടുത്ത ആളെടുത്ത് പറയാം. നമ്മളിപ്പോൾ ഒരു എമർജൻസി പെട്ടെന്ന് ഒരു ലെഫ്റ്റേഡോ അല്ലെങ്കിൽ ടൈഗർ ആനയെ കണ്ടാൽ കൂട്ടം തെറ്റി ഓടാൻ പറ്റരുത്, ഗ്യാദറായിട്ട് നിൽക്കാം. ആനയിട്ട് കാണുമ്പോൾ അതിന് പൊക്കും. ആ ലെഫ്റ്റേഡിൻ്റെ ഒക്കെ ഇതാണ് ടൈഗറിൻ്റെ. അത് നമ്മളൊന്നും ചെയ്യില്ല, എന്നാലും വരാൻ നേരത്താണെങ്കിലും ഓടാണ്ട് ഒരുമിച്ച് ഗ്യാദറായിട്ട് വയ്ക്കാം. പറമ്പിക്കുളത്തെ ക്യാമ്പിൻ്റെ 3-ാം ദിവസം നമ്മളൊരു ട്രക്കിംഗ് പ്രോഗ്രാമാണ് കേട്ടോ. പറമ്പിക്കുളം ആനപ്പാടിയിൽ നിന്ന് തുടങ്ങുന്ന കരിയഞ്ചോല ട്രക്കിംഗ് ആണ്. കടുവയും കരടിയും പുലിയുടെയൊക്കെ സാന്നിധ്യം സ്ഥിരമായിട്ടുള്ള ഒരു ട്രക്ക് പാത്താണ് ഈ ഒരു കരിയഞ്ചോല ട്രക്കിംഗ്. രാവിലെ 7 മണിക്ക് തന്നെ ട്രക്കിംഗ് ആരംഭിച്ചു. നമ്മൾ ഇത്രയും വലിയൊരു ഗ്രൂപ്പ് ആയതുകൊണ്ട് തന്നെ മൃഗങ്ങളുടെ സാന്നിധ്യം ഉണ്ടെങ്കിൽ കൂടി നമുക്ക് സൈറ്റിംഗ് കിട്ടാൻ വളരെയധികം പ്രയാസമാണ്. നമുക്ക് എന്തായാലും പോയി നോക്കാം, ട്രക്കിങ്ങിന് പോയി നോക്കാം. ഒരുപാട് ബേഡ്സ് ഉണ്ട് കേട്ടോ. പക്ഷി നിരീക്ഷകർക്ക് പറ്റിയൊരു ട്രക്ക് പാത്താണ് ഈ ഒരു കരിയഞ്ചോല ട്രക്കിംഗ്. പറമ്പിക്കുളം ആനപ്പാടി ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ നിന്നും ആരംഭിച്ച് ആനപ്പാടി ഇൻഫർമേഷൻ സെൻറ്ററിൻ്റെ പുറകുവശത്ത് എത്തിപ്പെടുന്ന ഒരു ട്രക്ക് പാത്താണ് കരിയഞ്ചോല ട്രക്കിംഗ്.
സാറ് പറഞ്ഞതുപോലെ ആർദ്രയിലെ പോയും കാടാണ് മോസ്റ്റ് ഡെസിഡിയസ് ഫോറസ്റ്റ്. അത് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ എവർഗ്രീനാണ്. മാത്രമല്ല നമ്മളുടെ വരവ്, ഈ ഗ്രൂപ്പിൻ്റെ ഒരു വരവ് ഇന്നലെ നമുക്ക് പ്രതീക്ഷിക്കാതെയാണ് മഴ വന്നപ്പോഴത്തേക്ക് ഒന്നും കൂടി നമുക്ക് ഉന്മേഷമായി വർക്ക് ചെയ്തതോടൊപ്പം തന്നെ രാവിലത്തെ ഈ ഒരു ട്രക്കിങ്ങിനും നല്ലൊരു ക്ലൈമറ്റാണ്, നല്ല എനർജി. കാലാവസ്ഥ തന്നെ ഒരു ക്ലൈമറ്റ് നല്ലൊരു ചേഞ്ചിങ് നമുക്ക് അനുകൂലമായിട്ട് അതിൻ്റെ ഒരു വ്യത്യാസങ്ങൾ മാറിയിരുന്നു. അപ്പോൾ നമ്മൾ നല്ലൊരു സേവനങ്ങൾ നമ്മൾ മനസ്സറിഞ്ഞ്, ഈ പ്രകൃതി ഉണ്ടെങ്കിൽ എല്ലാ ജീവജാലങ്ങളുടെ ഒരു നിലനിൽപ്പ്. അപ്പോൾ നമ്മുടെ ഒരു പ്രവർത്തനങ്ങൾ വരും തലമുറയ്ക്ക് ഇതും ഒരു അറിവായിട്ട് നമ്മളൊരു പ്രവർത്തനം നല്ലത് ചെയ്യുന്നു. അതുപോലെയാണ് ഇവിടുള്ള ജനങ്ങളും ഞങ്ങളെല്ലാവരും കാടിനെ സംരക്ഷിക്കുന്നതോടനുബന്ധിച്ചുള്ള ജോലി കമ്മ്യൂണികൾ ചെയ്യുന്നു. കുറേ പേര് ചോദിക്കും, ഗ്രൂപ്പായിട്ട് ഇപ്പോൾ ഇങ്ങനെയൊക്കെ പോകുമ്പോൾ എനിക്കും എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൊടുത്ത് നിങ്ങളെ ആസ്വദിപ്പിക്കാം എന്നൊരു ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. എങ്കിലും നമ്മൾ ഇത്രയും വലിയ ഗ്രൂപ്പായി പോണത് കൊണ്ട് സമയപരിധികളും, അപ്പോൾ പോകുന്ന സ്ഥലങ്ങളിൽ സുരക്ഷിതമായിട്ട് നമ്മൾ തിരിച്ച് റൂമിലെത്തണം. ആ പ്രോഗ്രാം നമ്മൾ നന്നായി എല്ലാം കഴിഞ്ഞ് തിരിച്ചു പോകുന്നതും സന്തോഷകരമായിരിക്കണം എന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾ ബാച്ചായിട്ട് ഫാമിലി ആയിട്ടൊക്കെ വരികയാണെങ്കിൽ ഒരു 2 ദിവസം നിൽക്കുകയാണെങ്കിൽ ഈ ട്രക്കിങ്ങൊക്കെ നമുക്ക് ഫുൾ ഡേ എടുക്കാം. എന്നെക്കുറിച്ച് മറ്റുള്ളവർ പറയുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഞാനും നല്ല ഫോട്ടോഗ്രാഫി ചെയ്യും. എൻ്റെ കയ്യിലും നല്ല D750, 200 and 500 mm ലെൻസൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് വലിയ ആഗ്രഹമാണ്. കാടിനെക്കുറിച്ച് ഒന്നും അറിയില്ലായിരുന്നു. അപ്പോൾ കാടിനെക്കുറിച്ച് ഒന്നും അറിയാത്തതിൽ ഞങ്ങളുടെ നെൽസൺ സാറാണ് ഇതിൻ്റെ ഒരു മെയിൻ ഞങ്ങളെയൊക്കെ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കി തന്നപ്പോഴത്തേക്കും. അപ്പോൾ ഇതിൽ ഒരുപാട് കിടക്കുന്നുണ്ട്. ഇതിനെക്കുറിച്ചൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് മതിമറന്നു പോകും. അങ്ങനെ കിടക്കുന്നുണ്ട് ഒരുപാട് രഹസ്യങ്ങൾ. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ എനിക്ക് ഫോട്ടോഗ്രാഫി, പിന്നെ ഇതിനെക്കുറിച്ച് പഠിച്ച് സ്കൂൾ, കോളേജ്, യൂണിവേഴ്സിറ്റി ഇങ്ങനെയൊക്കെ കൊണ്ട് ചെന്ന് നമ്മുടെ അറിവ് പകർന്നു കൊടുക്കണം എന്നൊക്കെ ഞാൻ ഒരുപാട് നടന്നു. അതേപോലെ ഇവിടെ നടക്കുന്ന ടൂറിസം പോലെ ചെപ്പക്കാട് മുതുമല ടൈഗർ റിസർവിൽ അവർ വന്നിട്ട് ഇതേപോലെ ഗ്രൂപ്പായി വന്നിട്ട് അവരെന്നെ കൊണ്ടുപോയി അവിടെയുള്ള ജനങ്ങൾക്ക്, അവരും ട്രൈബലാണ്, 6 മാസം നിർത്തി അവർക്ക് ട്രെയിനിങ് കൊടുത്ത് ഇതേപോലെ ടൂറിസം അവർ ചെയ്ത് ജീവിക്കുന്നു. അപ്പോൾ എനിക്ക് വലിയ സന്തോഷം. ഒരു ഓഫീസറല്ല, മറ്റുള്ളവരുടെ നമ്മൾ നന്നാവണം എന്നൊരു ശ്രമത്തിൽ ഞാനൊരു ശ്രമം വന്നപ്പോൾ അവിടെയുള്ളവർക്കും ആ ഒരു ഉപകാരം അവർ നന്നായി ചെയ്ത് കഞ്ഞി കുടിക്കും. അപ്പോൾ അത് ഇത്ര വലിയ സംഭവം. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു.
മുളക്കൂട്ടത്തിനിടയിലാണ് ടൈഗർ പിടിച്ചു പോകട്ടെ. കരടി മണ്ണിൻ്റെ അടിയിലെ ചെതൽപ്പുറ്റ കഴിക്കാം. അപ്പോൾ അത് എടുക്കാൻ വേണ്ടിയിട്ട് തേൻ കഴിക്കില്ലേ? തേനും കഴിക്കും. തേനെല്ലാം ഇപ്പോഴും കിട്ടണമെന്നില്ലല്ലോ, മരത്തിൻ്റെ മുകളിലല്ലേ. അത് അവിടെയൊക്കെ മാന്തി വെച്ചിട്ടുണ്ട്. കരടീൻ്റെ അതിൻ്റെ നഖം അത്രയും ഷാർപ്പ് അതിനെ കൊണ്ടാണ്. ഇത്രയും മണ്ണ് മാന്താൻ കഴിവുള്ള കരടിയാണ് നമ്മളെ അറ്റാക്ക് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഒരു ബൈറ്റ് കിട്ടിക്കഴിഞ്ഞാൽ തന്നെ, ബൈറ്റല്ല, അതിൻ്റെ ഒരു അടി കിട്ടിക്കഴിഞ്ഞാൽ തന്നെ അത്രയും മുറിവായിരിക്കും. നമ്മളെ തൊട്ട് മുന്നേ ഒരു ആന ഇതിലെ പോയതിൻ്റെ മാർക്കിംഗ് ആണ് ഈ മരത്തിൽ കാണുന്നത്. നിറയെ മണ്ണ് തേച്ച് വെച്ചിരിക്കുന്നത് കാണാൻ വേണ്ടി പറ്റും. അത് ആന പുറം കൊണ്ട്, ആനയുടെ ദേഹം കൊണ്ട് മരത്തിൽ ഒരതുന്ന അടയാളമാണ് കേട്ടോ. നമ്മളീ പോകുന്നതൊക്കെ ആനത്താരയിലൂടെയാണ്. കാട്ടിലൂടെയുള്ള വഴി കാണിക്കുന്നത് ആനയാണ്. സാധാരണ കാട്ടിലൂടെ ആന പോയ വഴിയാണ് ബാക്കി എല്ലാ മൃഗങ്ങളും നമ്മൾ ട്രക്കിങ്ങിന് പോകുന്നത് വരെ ആന പോയ വഴിയിലൂടെയാണ്. അതുകൊണ്ടാണ് കാട്ടിലെ എഞ്ചിനീയർ ആനയാണ് എന്ന് പറയുന്നത്. സാമ്പാർ ഡിയറിൻ്റെ സ്കള്ള്, മ്ലാവ് അല്ലേ, സാമ്പാർ ഡിയർ. അങ്ങനെ പറമ്പിക്കുളത്തുള്ള 3 ദിവസത്തെ നമ്മുടെ ക്യാമ്പ് കഴിഞ്ഞു. നമ്മുടെ ഈ ഒരു ക്യാമ്പ് സംഘടിപ്പിച്ചത് എർത്തിങ്സ് നേച്ചർ ഫൗണ്ടേഷൻ ആണ് കേട്ടോ. എർത്തിങ്സ് നേച്ചർ ഫൗണ്ടേഷൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ നമ്മൾ മുന്നേയും വീഡിയോയിലൊക്കെ ചെയ്തിട്ടുള്ളതാണ്. ഇതുപോലെ തന്നെ കാടിനുള്ളിൽ അധിനിവേശ സസ്യങ്ങളുടെ നിർമ്മാർജ്ജനം, ഇതുപോലെ ചെക്ക് ഡാമുകൾ ഉണ്ടാക്കുക, കാടുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പെയ്ഡ് ക്യാമ്പുകൾ നടത്തുക, ഇതുപോലെ കാട്ടിലെ മുഴുവൻ സേവന പ്രവർത്തനങ്ങളും ഏറ്റെടുത്ത് നടത്താൻ വേണ്ടി മുൻകൈ എടുക്കുന്ന ഒരു സംഘടനയാണ് എർത്തിങ്സ് നേച്ചർ ഫൗണ്ടേഷൻ. നിങ്ങൾക്കും കാടിനകത്ത് ഇതുപോലെ സേവന പ്രവർത്തനങ്ങളൊക്കെ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ENFൻ്റെ കൂടെ ജോയിൻ ചെയ്യാവുന്നതാണ്. ENF ഒരു വാട്സപ്പ് കൂട്ടായ്മയാണ്. ENFൽ ജോയിൻ ചെയ്യാനുള്ള വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ. ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുകയാണേ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ തന്നെ ഇതിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്തണം.